രാവിലെ 7:30 മുതൽ 2 മണിക്കൂർ നിർത്താതെ മഴയാണ് തൃശ്ശൂർ നഗരത്തിൽ പെയ്തത്. അതോടുകൂടി തൃശ്ശൂർ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഏറ്റവും പ്രധാനമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടത് തൃശ്ശൂർ അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകൾക്ക്, ആ വഴിയിലുള്ള വീടുകളുടെ ഉള്ളിലേക്കാണ് വെള്ളം കയറിയത്. ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ മഴ ശക്തമായതോടുകൂടി വീടുകൾക്കുള്ളിലേക്ക് ഉൾപ്പെടെ വലിയ രീതിക്ക് വെള്ളം കയറുകയും ചെയ്തു. ഏകദേശം 2 അടിയോളം വെള്ളമാണ് ഓരോ വീടിൻ്റെ അകത്തും കയറിയത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഈ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. കൂടാതെ തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിലും ശക്തമായ മഴ പെയ്തു. ഇതോടുകൂടി അവിടുത്തെ ഗതാഗതം സ്തംഭിക്കുന്ന തരത്തിലേക്ക്, അപകടകരമാവുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു. കൂടാതെ തൃശ്ശൂർ ഇക്കണ്ടവാര്യർ റോഡിലും കൂടാതെ മാരാർ റോഡിലുമൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് ശക്തമായ മഴ പെയ്ത ആ ഒരു സമയത്തൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തു. ചേലക്കരയിൽ വിവിധയിടങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. അതായത് വാഴക്കോട് പ്ലാഴി റോഡിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. മണ്ണും ചെളിയും അടങ്ങുന്ന വെള്ളം വലിയ തോതിൽ ഈ റോഡിലേക്ക് ഒഴുകി വരികയാണ് ഉണ്ടായത്. ഇതോടുകൂടി സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. തൃശ്ശൂർ മാന്നാമംഗലം പുത്തൂർ ഭാഗത്തും ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം വീടുകളുടെ പരിസരത്തൊക്കെ തന്നെ പറമ്പുകളിലുമൊക്കെ തന്നെ കയറുകയും ചെയ്തു. ആ ഭാഗത്തൊരു തോട് കരകവിഞ്ഞ് ഒഴുകിയതോടുകൂടി തൃശ്ശൂർ പുത്തൂരിൽ നിന്ന് മാന്നാമംഗലം ഭാഗത്തേക്കുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മേഖലയിലാകെ തന്നെ നിരവധിയായ പറമ്പുകളിലും അതുപോലെ തന്നെ വീട്ടുമുറ്റങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം 2 മണിക്കൂർ ശക്തമായ മഴയാണ് പെയ്തത്. ആ മഴയിൽ വിവിധയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും മഴ മാറി നിൽക്കുന്നില്ല. സുജീവ് പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.